നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അവസാന നിമിഷം കേജ്രിവാളിന് തിരിച്ചടി. ജാമ്യ ഉത്തരവിന് താൽക്കാലിക സ്റ്റേ. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് ഇന്ത്യ. ISRO യാത്രികന് പരിശീലനവുമായി നാസ. സംസ്ഥാന സർക്കാരിനെതിരെ CPM സംസ്ഥാന സമിതിയിൽ അതിരൂക്ഷ വിമർശനം. മറുപടി പറയാതെ മുഖ്യമന്ത്രി. പരീക്ഷകളിലെ ക്രമക്കേട് പരിശോധിക്കാൻ ഉന്നതതല കമ്മിറ്റി. സുതാര്യത ഉറപ്പാക്കുമെന്ന് ധർമ്മേന്ദ്ര പ്രധാൻ. സൂപ്പർ 8-ലെ ആദ്യ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യക്ക് 47 റൺസിന് ജയം. വാർത്തകൾ വിശദമായി. മദ്യനയ അഴിമതി കേസിൽ തീഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനിരിക്കെ അവസാന നിമിഷം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാളിന് തിരിച്ചടി. കേജ്രിവാളിന്റെ ജാമ്യ ഉത്തരവ് ഡൽഹി ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തു. റൌസ് അവന്യൂവിലെ പ്രത്യേക കോടതി വ്യാഴാഴ്ചയാണ് കേജ്രിവാളിന് ജാമ്യം അനുവദിച്ചത്. ജാമ്യം നൽകിയതിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ. വാദങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടത്ര സമയം കിട്ടിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള EDയുടെ ഹർജിയിൽ ഹൈക്കോടതി അടിയന്തരമായി വാദം കേൾക്കും. ഹർജി പരിഗണിക്കുന്നതുവരെയാണ് ജാമ്യം സ്റ്റേ ചെയ്തത്. ഈ ഹർജി തീർപ്പാകുന്നതുവരെ കേജ്രിവാളിന് ജയിൽ മോചിതനാകാൻ സാധിക്കില്ലെന്നാണ് സൂചന. ജാമ്യ ഹർജിയിൽ രാവിലെ വാദം പൂർത്തിയാക്കി വിധി പറയാൻ മാറ്റിയ കോടതി വ്യാഴാഴ്ച രാത്രി 7ഓടെയാണ് ജാമ്യം അനുവദിച്ചത്. ജാമ്യത്തുകയായി 1 ലക്ഷം രൂപ കെട്ടിവെക്കണമെന്നും നിർദ്ദേശിച്ചു. ഉത്തരവ് ബാധകമാക്കുന്നത് 48 മണിക്കൂർ സ്റ്റേ ചെയ്യണമെന്ന EDയുടെ ആവശ്യം തള്ളിയാണ് ജഡ്ജി ന്യായ് ബിന്ദു ജാമ്യം അനുവദിച്ചത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം കേജ്രിവാൾ ജയിൽ മോചിതനാകുമെന്നാണ് AAP നേതാക്കൾ കരുതിയത്. അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളും നടത്തിയിരുന്നു. കേജ്രിവാൾ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കാൻ അപ്പീൽ കോടതിയെ സമീപിക്കാനാണ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ED ഉന്നയിച്ചത്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഗോവയിൽ കേജ്രിവാൾ തങ്ങിയ ആഡംബര ഹോട്ടലിന്റെ ബില്ലടച്ചത് അഴിമതി പണം ഉപയോഗിച്ചാണെന്നടക്കം നേരത്തെ ഉന്നയിച്ചിരുന്ന വാദങ്ങളാണ് ജാമ്യത്തെ എതിർത്തും ED അവതരിപ്പിച്ചത്. ജാമ്യ ആവശ്യം തള്ളാൻ പോന്ന വാദങ്ങൾ EDക്ക് ഉന്നയിക്കാൻ കഴിഞ്ഞില്ലെന്നായിരുന്നു റൌസ് അവന്യൂവിലെ പ്രത്യേക കോടതിയുടെ നിരീക്ഷണം. തുടർന്നാണ് ഹൈക്കോടതിയെ ED സമീപിച്ചത്. 7 തവണ MP ആയ BJP നേതാവ് ഭർത്തഹരി മഹ്താബിനെ ലോക്സഭയുടെ പ്രോടേം സ്പീക്കറായി തെരഞ്ഞെടുത്തതായി കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. മുൻ BJD നേതാവായ മഹ്താബ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപാണ് BJPയിൽ ചേർന്നത്. നിലവിൽ ലോക്സഭയിലെ മുതിർന്ന അംഗവും 8 തവണ MP-യുമായ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് കൊടിക്കുന്നിൽ സുരേഷിനെ ഒഴിവാക്കിയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഒഡീഷ മുൻ മുഖ്യമന്ത്രി ഹരേകൃഷ്ണ മഹ്താബിന്റെ മകനായ ഭർത്തൃഹരി മഹ്താബ് 1998 മുതൽ ഒഡീഷയിലെ കട്ടക് മണ്ഡലത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ജൂൺ 24-ന് ലോക്സഭയിലെ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്കും ജൂൺ 26-ന് സ്പീക്കർ തെരഞ്ഞെടുപ്പിനും മഹ്താബ് മേൽനോട്ടം വഹിക്കും. മഹ്താബിനെ സഹായിക്കാൻ കൊടിക്കുന്നിൽ സുരേഷ്, DMKയുടെ TR ബാലു, BJPയുടെ രാധാമോഹൻ സിംഗ്, ഫഗൻ സിംഗ് കുലസ്തെ, തൃണമൂൽ കോൺഗ്രസിന്റെ സുദീപ് ബന്ദ്യോപാധ്യായ എന്നിവരെ തിരഞ്ഞെടുത്തു. അർഹതയുള്ള മുതിർന്ന നേതാവായ കൊടിക്കുന്നിൽ സുരേഷിനെ പ്രോട്ടേം സ്പീക്കറാക്കാതിരുന്നതിനെ കോൺഗ്രസ് നേതാക്കൾ വിമർശിച്ചു. കേന്ദ്ര സർക്കാർ കീഴ്വഴക്കം ലംഘിച്ചതായും 2014-ൽ പോലും കോൺഗ്രസിലെ മുതിർന്ന MP കമൽനാഥിനെ പ്രോട്ടേം സ്പീക്കറായി തിരഞ്ഞെടുത്തിരുന്നുവെന്നും കൊടിക്കുന്നിൽ സുരേഷ് ദേശീയ മാധ്യമത്തോട് പ്രതികരിച്ചു. പ്രതിപക്ഷത്തിന് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകുന്ന കാര്യത്തിലും നരേന്ദ്രമോദി സർക്കാരിന് താൽപര്യമില്ല എന്നതിന്റെ സൂചനയാണിതെന്ന് ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ സൂചിപ്പിച്ചു. 2019-ൽ BJPയുടെ വീരേന്ദർ കുമാർ ആയിരുന്നു പ്രോട്ടേം സ്പീക്കർ. തുടർച്ചയായുള്ള ചോദ്യപേപ്പർ ചോർച്ചാ വിവാദങ്ങളിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. വിഷയം പ്രതിപക്ഷം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും വാർത്താ സമ്മേളനത്തിൽ രാഹുൽ പറഞ്ഞു. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രാഹുൽ പരിഹസിച്ചു. ചോദ്യപേപ്പർ ചോർച്ച രാജ്യത്തെ വലിയ പ്രശ്നമാണെന്ന് ഭാരത് ജോഡോ യാത്രാവേളയിൽ ഒരുപാട് വിദ്യാർത്ഥികൾ തന്നോട് പരാതിപ്പെട്ടിരുന്നതായി രാഹുൽ പറഞ്ഞു. നീറ്റ് UGC നെറ്റ് പരീക്ഷകളുടെ ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചോർന്നു. യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനും ഇസ്രയേലും ഗാസയും തമ്മിലുള്ള സംഘർഷം തീർക്കാനും നരേന്ദ്രമോദിക്ക് സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. എങ്കിലും ചില കാരണങ്ങളാൽ ഇന്ത്യയിലെ ചോദ്യപേപ്പർ ചോർച്ച തടയണമെന്ന് ആഗ്രഹിക്കാനോ മോദിക്ക് സാധിക്കുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്തരം സംഭവങ്ങളിലൂടെ വിദ്യാർത്ഥികളുടെ ഭാവിയാണ് അപകടത്തിലാകുന്നത്. വിദ്യാഭ്യാസ സംവിധാനത്തിൽ BJPയുടെ മാതൃസംഘടനയുടെ സ്വാധീനമാണ് പ്രശ്നങ്ങളുടെ കാരണം. ഇത് പരിഹരിച്ചില്ലെങ്കിൽ ഇത്തരം ചോദ്യപേപ്പർ ചോർച്ചകൾ ആവർത്തിക്കുമെന്നും മോദിയാണ് ഇതിന് സൗകര്യമൊരുക്കുന്നതെന്നും രാഹുൽ വ്യക്തമാക്കി.
ഇത് രാജ്യവിരുദ്ധ പ്രവൃത്തിയാണ്. നോട്ട് നിരോധനത്തിലൂടെ സമ്പദ് വ്യവസ്ഥയെ മോദി നശിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസത്തെയും മോശമാക്കുകയാണെന്ന് രാഹുൽ ആരോപിച്ചു. 11.21 ലക്ഷം പേരെഴുതിയ കോളേജ് അധ്യാപന യോഗ്യതാ പരീക്ഷ UGC നെറ്റ് ചോദ്യങ്ങൾ ചോർന്നെന്ന സംശയത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം റദ്ദാക്കിയിരുന്നു. നീറ്റ് UG പരീക്ഷയിലെ വിവാദങ്ങളെ തുടർന്ന് പ്രതിരോധത്തിലായ ദേശീയ പരീക്ഷാ ഏജൻസിയാണ് UGC നെറ്റ് പരീക്ഷയും നടത്തിയത്. ഈ മാസം തന്നെ NTA റദ്ദാക്കേണ്ടി വന്ന രണ്ടാമത്തെ പരീക്ഷയാണിത്. 4 വർഷ B.Ed പ്രോഗ്രാമിലേക്ക് ജൂൺ 12 നടത്തിയ നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റും റദ്ദാക്കിയിരുന്നു. സംസ്ഥാന സർക്കാരിനെതിരെ CPM സംസ്ഥാന സമിതിയിൽ ഉണ്ടായത് അതിരൂക്ഷ വിമർശനം. പാർട്ടിയിലും സർക്കാരിലും തിരുത്തലുണ്ടാകണമെന്ന് ചർച്ചയിൽ പങ്കെടുത്ത ഭൂരിപക്ഷം പേരും ചൂണ്ടിക്കാട്ടി. മാധ്യമങ്ങളെ വിരുദ്ധപക്ഷത്തു നിർത്തിയുള്ള പ്രവർത്തന രീതി ജനവിധിയെ സ്വാധീനിച്ചു. വാർത്ത റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ കേസെടുക്കുന്ന രീതി ഇടതുപക്ഷ സർക്കാരിലെ പോലീസിന് ചേർന്നതല്ല. ജനങ്ങളുടെ മനസ്സ് തിരിച്ചറിയാതെ തൊലിപ്പുറത്ത് ചികിത്സ കൊണ്ട് കാര്യമില്ലെന്നും നേതാക്കൾ പറഞ്ഞു. വിമർശനങ്ങൾക്കൊന്നും മുഖ്യമന്ത്രി യോഗത്തിൽ മറുപടി നൽകിയില്ല. എല്ലാ അഭിപ്രായങ്ങളും പരിഗണിച്ച് പാർട്ടി സമഗ്രമായ റിപ്പോർട്ട് തയ്യാറാക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ യോഗത്തിൽ അറിയിച്ചു. തിരുത്തലിന്റെ ഭാഗമായി 4 മേഖലാ യോഗങ്ങൾ വിളിച്ചു ചേർക്കും. ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ടും പങ്കെടുക്കും. ലോക്കൽ തലത്തിൽ പൊതുജനങ്ങളെ കൂടി പങ്കെടുപ്പിച്ചായിരിക്കും യോഗം. ജനങ്ങളുടെ മനോഭാവം മനസ്സിലാക്കാൻ വേണ്ടത്ര കഴിഞ്ഞില്ലെന്ന് യോഗത്തിനു ശേഷം MV ഗോവിന്ദൻ പറഞ്ഞു. മുഖ്യമന്ത്രി ശൈലി മാറ്റണമെന്ന ആവശ്യം സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്നോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി എന്തു ശൈലിയാണ് മാറ്റേണ്ടതെന്നായിരുന്നു MV ഗോവിന്ദൻ പ്രതികരിച്ചത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സർക്കാരിന് ഭരണ തുടർച്ചയുണ്ടാകുന്നത്. അന്നും പിണറായി തന്നെയായിരുന്നു മുഖ്യമന്ത്രിയെന്നും ശൈലി ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദേശീയ പരീക്ഷാ ഏജൻസിയുടെ കീഴിൽ നടത്തിയ നീറ്റ് UGC പരീക്ഷകളിലെ ക്രമക്കേടുകൾ കണ്ടെത്താനും പരിഹരിക്കാനും സർക്കാർ നേതൃത്വത്തിൽ ഉന്നതതല കമ്മിറ്റി രൂപീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. രാഷ്ട്രീയ തർക്കങ്ങളെക്കാൾ പ്രധാനം വിദ്യാർത്ഥികളുടെ ഭാവിയാണ്. അത് പരിഹരിക്കാനുള്ള നടപടികൾക്ക് മുൻഗണന നൽകും. പരീക്ഷകളുടെ നടത്തിപ്പ് സംബന്ധിച്ച് സുതാര്യത ഉറപ്പുവരുത്തും. കൂടുതൽ വിവരങ്ങൾ ഉടൻ കണ്ടെത്താൻ ബീഹാർ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ധർമ്മേന്ദ്ര പ്രധാൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്രമക്കേട് നടത്തിയത് NTA-യോ NTA-യിലെ മുതിർന്ന അംഗമോ ആണെങ്കിലും ശക്തമായ നടപടി സ്വീകരിക്കും. സാങ്കേതിക വിദഗ്ധർ, ശാസ്ത്രജ്ഞർ, അഡ്മിനിസ്ട്രേറ്റീവ് ഉദ്യോഗസ്ഥർ, അക്കാദമിക് വ്യക്തികൾ, മനഃശാസ്ത്രജ്ഞർ തുടങ്ങിയവരുൾപ്പെട്ട കമ്മിറ്റിയാണ് അന്വേഷണം നടത്തുക. NTA-യുടെ ഘടന, രീതികൾ, പരീക്ഷാ നടത്തിപ്പ്, സുതാര്യത തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കുകയും നവീകരിക്കുകയും ചെയ്യും. പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രമാണ് ക്രമക്കേടുകൾ നടന്നിട്ടുള്ളതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ തെളിയുന്നത്. ചോദ്യപേപ്പർ ഡാർക്ക് വെബ്സൈറ്റുകളിൽ എങ്ങനെ വന്നുവെന്ന് CBI അന്വേഷിക്കും. ടെലഗ്രാം ആപ്പിലൂടെയാണ് ചോദ്യപേപ്പർ പ്രചരിച്ചത്. ആപ്പിന്റെ സുതാര്യതയും അന്വേഷിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ക്രമക്കേടുകൾ നടന്നെന്ന് കണ്ടെത്തിയതിന് പിറകെ 11 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ UGC നെറ്റ് പരീക്ഷ റദ്ദാക്കിയിരുന്നു. ചോദ്യങ്ങൾ നീറ്റ് പരീക്ഷയ്ക്ക് മുൻപേ ലഭിച്ചതായി ചോദ്യപേപ്പർ ചോർച്ച കേസിൽ അറസ്റ്റിലായ വിദ്യാർത്ഥി അനുരാഗ് യാദവ് മൊഴി നൽകി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകൾ മന്ത്രാലയത്തിന് മുന്നിൽ വലിയ പ്രതിഷേധ പ്രകടനം നടത്തി. അയ്യൻകുന്ന് പഞ്ചായത്തിൽപ്പെട്ട പാലത്തിൻകടവ്, കച്ചേരിക്കടവ് ഗ്രാമങ്ങളെ കാട്ടാന ഭീഷണിയിൽ നിന്നും സംരക്ഷിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് കത്തോലിക്ക കോൺഗ്രസ്. കണ്ണൂർ DFO ഇൻചാർജ് ജോസ് മാത്യു സ്ഥലം സന്ദർശിച്ച് അയ്യൻകുന്ന് പഞ്ചായത്ത് ജനപ്രതിനിധികളും പ്രദേശവാസികളും പ്രക്ഷോഭ മുന്നറിയിപ്പ് നൽകിയ തലശ്ശേരി അതിരൂപത പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് പരിഹാര നടപടികൾ സംബന്ധിച്ച് ധാരണയുണ്ടായത്. അതിർത്തിയിൽ കേടുപാട് സംഭവിച്ച പാലത്തുംകടവ് കരിമുതൽ പൊട്ടിച്ചിപ്പാറ വരെയുള്ള 5 കിലോമീറ്റർ സോളർ വേലി അറ്റകുറ്റപ്പണി നടത്തുമെന്നും നബാർഡ് RKVY പദ്ധതികൾ പ്രകാരം ജൂൺ 25-ന് റീടെൻഡർ വിളിച്ച പ്രവൃത്തികൾക്ക് ഉടൻ തുടക്കം കുറിക്കുമെന്നും ബാരാപ്പോൾ തീരത്ത് 6.5 കിലോമീറ്ററിൽ 52 ലക്ഷം രൂപയുടെയും കരി പാറയ്ക്കാമല 4 കിലോമീറ്റർ ദൂരം 48 ലക്ഷം രൂപയുടെയും പുല്ലൻപാറത്തട്ട് കരി 1.5 കിലോമീറ്റർ ദൂരം 12 ലക്ഷം രൂപയും ചിലവിൽ സോളാർ തൂക്കുവേലി നിർമ്മിക്കേണ്ട പദ്ധതികളാണിവയെന്നും DFO വ്യക്തമാക്കി. പാലത്തിൻകടവ്, കച്ചേരിക്കടവ് മേഖലകളിൽ കാട്ടാനിറങ്ങി പ്രദേശവാസികളുടെ കൃഷിവിളകൾക്കും ജീവനും തുടർച്ചയായി ഭീഷണി തീർക്കുന്ന സാഹചര്യത്തിൽ പ്രദേശവാസികളും അയ്യൻകുന്ന് പഞ്ചായത്ത് ജനപ്രതിനിധികളും കടുത്ത പ്രതിഷേധം മുൻപ് ഉയർത്തിയിരുന്നു. അതിൻ്റെ വെളിച്ചത്തിലാണ് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയും കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിലും പ്രശ്നം
ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഡി ജയപ്രസാദിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് DFO ഇന്നലെ സ്ഥലത്തെത്തി ചർച്ച നടത്തിയത്. താഴെ പറയുന്നവയാണ് ചർച്ചയിലെ മറ്റു തീരുമാനങ്ങൾ. വന്യമൃഗശല്യം മൂലം കൃഷിനാശവും വസ്തുനാശവും സംഭവിച്ചവർക്ക് ഈ ഡിസ്ട്രിക്ട് മുഖേന അപേക്ഷ സമർപ്പിച്ചാൽ തുക ലഭ്യമാകുന്ന മുറയ്ക്ക് അനുവദിക്കും. സോളാർ വേലി സംരക്ഷിക്കുന്നതിന് പഞ്ചായത്ത് സഹായത്തോടുകൂടി പ്രാദേശികമായി ആളുകളെ നിയോഗിക്കും. കാട് വെട്ടിത്തെളിക്കാത്ത സ്വകാര്യ കൈവശ ഭൂമികളിൽ കാട് വെട്ടിത്തെളിക്കാൻ നിർദ്ദേശിക്കും. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനകളെ കണ്ണൂർ RRTയുടെ നേതൃത്വത്തിൽ പകൽ സമയം കാട്ടിലേക്ക് തുരത്താനുള്ള നടപടി സ്വീകരിക്കും. അയ്യൻകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ പൈമ്പള്ളിക്കുന്നിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മേരി റെജി കോട്ടയിൽ, അയ്യൻകുന്ന് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഐസക് ജോസഫ്, സീമ സനോജ് അംഗങ്ങളായ ബിജോയ് പ്ലാത്തോട്ടത്തിൽ, എൽസമ്മ അതിരൂപത പാസ്റ്ററൽ കോർഡിനേറ്റർ ഫാദർ ഫിലിപ്പ് കവീൻ, പാലത്തുംകടവ് സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ ജോൺ പോൾ, കച്ചേരിക്കടവ് സെന്റ് ജോർജ് പള്ളി വികാരി ഫാദർ മാത്യു പൊട്ടംപ്ലാക്കൽ, കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത വൈസ് പ്രസിഡന്റ് ബെന്നിച്ചൻ മടത്തിനകം, റേഞ്ചർ സുധീർ നേരോത്ത്, ഡെപ്യൂട്ടി റേഞ്ചർ കെ ജിജിൻ എന്നിവർ പ്രസംഗിച്ചു. ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജിനെ മാറ്റാനുള്ള സർക്കാർ തീരുമാനത്തിന് ഹൈക്കോടതിയുടെ അനുമതി. 3 വർഷം കളക്ടർ പദവി വഹിച്ച സാഹചര്യത്തിൽ മാറ്റാൻ അനുവദിക്കണമെന്നായിരുന്നു സർക്കാരിന്റെ ആവശ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ജില്ലാ കളക്ടറെ മാറ്റാൻ തീരുമാനമെടുത്തിരുന്നു. മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടക്കുന്നതിനാൽ കളക്ടറെ മാറ്റരുതെന്ന് കോടതി നിർദ്ദേശിച്ചു. ഈ സാഹചര്യത്തിലാണ് ചീഫ് സെക്രട്ടറി ഇടക്കാല ഉത്തരവിൽ മാറ്റം വരുത്തി കളക്ടറെ മാറ്റണമെന്ന ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. മൂന്നാറിലെ ഒഴിപ്പിക്കൽ, ഇടുക്കിയിലെ കയ്യേറ്റം, പട്ടയ പ്രശ്നങ്ങൾ ഇവയിൽ ഗുരുതരമായ ആശങ്കയുണ്ടെന്ന് ജസ്റ്റിസുമാരായ A. മുഹമ്മദ് മുഷ്താഖ്, S. മനു എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി. കാര്യമായ പുരോഗതി ഇക്കാര്യങ്ങളിൽ ഉണ്ടായിട്ടില്ല. പട്ടയം കാത്തുകഴിയുന്ന നിരവധി പേർ ഇടുക്കി ജില്ലയിലുണ്ട്. പട്ടയത്തിന്റെ നിജസ്ഥിതി പരിശോധിക്കുകയും കയ്യേറ്റം തടയുകയും ചെയ്യേണ്ടതുണ്ടെന്നും കോടതി പറഞ്ഞു. മൂന്നാർ കയ്യേറ്റം, പട്ടയ വിതരണം സംബന്ധിച്ച് കഴിഞ്ഞ ദിവസവും ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചിരുന്നു. ഇടുക്കിയിലെ ഭൂമി കയ്യേറ്റങ്ങൾ പരിശോധിക്കാൻ സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കണമെന്നും ഹിൽ ഏരിയ അതോറിറ്റി രൂപീകരിക്കാത്തതടക്കമുള്ള കോടതിയുടെ മുൻ ഉത്തരവുകൾ നടപ്പാക്കാത്തതിൽ സർക്കാർ വിശദീകരണം നൽകണമെന്നും ജസ്റ്റിസ് A. മുഹമ്മദ് മുഷ്താഖും ജസ്റ്റിസ് ശോഭ അന്നമ്മ ഈപ്പനും അടങ്ങിയ ബെഞ്ച് നിർദ്ദേശിച്ചു. പട്ടയ വിതരണം സംബന്ധിച്ചും പട്ടയത്തിന്റെ നിജസ്ഥിതി പരിശോധിക്കുന്നതിനും സ്പെഷ്യൽ ഓഫീസറെ നിയോഗിക്കണമെന്ന കാര്യം കോടതി ആവർത്തിച്ചു. പട്ടയ വിതരണം, കയ്യേറ്റം ഒഴിപ്പിക്കൽ തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം സ്പെഷ്യൽ ഓഫീസറായിരിക്കും മേൽനോട്ടം വഹിക്കുക. ജില്ലാ കളക്ടർക്ക് ഒട്ടേറെ ജോലികൾ ഉള്ളതിനാൽ ഇക്കാര്യങ്ങൾ കൂടി പരിശോധിക്കാൻ സാധിച്ചേക്കില്ല എന്നത് മനസ്സിലാവുന്ന കാര്യമാണ്. റവന്യൂ, പോലീസ് വകുപ്പുകളിൽ നിന്നുള്ളവരെ ഉൾപ്പെടുത്തി സ്പെഷ്യൽ ഓഫീസറുടെ സംഘം രൂപപ്പെടുത്തണം. സർവേ നടത്താനും കയ്യേറ്റം ഒഴിപ്പിക്കാനും ഇതിനകം രൂപം കൊടുത്തിട്ടുള്ള സംഘത്തെ കൂടി സ്പെഷ്യൽ ഓഫീസർക്ക് കീഴിൽ കൊണ്ടുവരണം. ജില്ലാ കളക്ടറുടെ പദവിക്ക് ഒപ്പമോ മുകളിലോ പദവിയുള്ളവരായിരിക്കണം സ്പെഷ്യൽ ഓഫീസർ എന്നും കോടതി വ്യക്തമാക്കി. ലെബനനെതിരായ വ്യാപക ആക്രമണത്തിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാൻ അമേരിക്ക തിരക്കിട്ട നീക്കത്തിൽ ഇസ്രായേൽ സുരക്ഷാ വിഭാഗം മേധാവികളെ ചർച്ചയ്ക്ക് ക്ഷണിച്ചതായി പെന്റഗൺ വ്യക്തമാക്കി. ദക്ഷിണ ലെബനാനിലെ ഹിസ്ബുല കേന്ദ്രങ്ങൾക്ക് നേരെ വ്യാപക ആക്രമണത്തിനൊരുങ്ങുകയാണ് ഇസ്രായേൽ. ഗാസയിൽ നിന്ന് കൂടുതൽ സൈന്യത്തെ വടക്കൻ അതിർത്തിയിലേക്ക് വിന്യസിക്കുന്നതായി CNN റിപ്പോർട്ട് ചെയ്തു. അതിർത്തി മേഖലയിൽ നിന്ന് ഹിസ്ബുല്ലയുടെ സാന്നിധ്യം ഒഴിവാക്കാൻ സൈനിക നടപടിയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇരു കൂട്ടർക്കും ആപൽക്കരമായിരിക്കും യുദ്ധമെന്നും നയതന്ത്ര നീക്കത്തിലൂടെ സംഘർഷം ലഘൂകരിക്കാൻ ശ്രമം തുടരുമെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചു. ഇസ്രായേൽ ലെബനൻ സംഘർഷം ഇല്ലാതാക്കാൻ ഗാസയിൽ വെടിനിർത്തൽ അനിവാര്യമാണെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. വെടിനിർത്തൽ കരാർ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ നേതാക്കളുമായി ആന്റണി ബ്ലിങ്കൻ ആശയവിനിമയം തുടരുന്നതായി US സ്റ്റേറ്റ് വകുപ്പ് അറിയിച്ചു. ഇസ്രായേൽ ദേശീയ സുരക്ഷാ വകുപ്പ് മേധാവികൾ ഉൾപ്പെടെയുള്ളവരെ ചർച്ചയ്ക്കായി അമേരിക്കയിലേക്ക് ക്ഷണിച്ചു. US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവൻ, പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ എന്നിവർ ഇസ്രായേൽ നേതാക്കളുമായി ചർച്ച നടത്തും. ഗാസയിൽ മാത്രമല്ല ലെബനന് നേരെയും വ്യാപക ആക്രമണത്തിന് മടിക്കില്ലെന്ന് നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. ഇസ്രയേലിനെ കൂടുതൽ തകർക്കാനാണ് നെതന്യാഹുവിന്റെ നീക്കമെന്ന് പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡ് കുറ്റപ്പെടുത്തി. സർക്കാർ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് വേണമെന്നാവശ്യപ്പെട്ട് ടെൽ അവീവിൽ നെതന്യാഹുവിന്റെ സ്വകാര്യ വസതിക്ക് മുൻപാകെ ആയിരങ്ങൾ പ്രകടനം നടത്തി. ഇസ്രായേലിനുള്ള ആയുധങ്ങൾ തടയുന്നതായ നെതന്യാഹുവിന്റെ പ്രസ്താവനയെ വിമർശിച്ച് അമേരിക്ക രംഗത്തുവന്നു. റഫ ഉൾപ്പെടെ ഗസയിലുടനീളം ഇസ്രായേൽ ആക്രമണം തുടർന്നു. പിന്നിട്ട് 24 മണിക്കൂറിനിടെ 35 പേർ കൊല്ലപ്പെടുകയും 100-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു.
ഹമാസ് സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ്സ് നടത്തിയ ആക്രമണത്തിൽ 5 സൈനികർക്ക് പരിക്കേറ്റതായും ഇവരിൽ 2 പേരുടെ നില അതീവ ഗുരുതരമെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചു. അതിനിടെ ലെബനനെതിരായ യുദ്ധത്തിൽ ഇസ്രായേലിന് സൈനിക താവളമൊരുക്കാൻ തുനിയുന്നതായ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ളയുടെ ആരോപണം തള്ളി സൈപ്രസ്. പ്രശ്നപരിഹാരമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ഇസ്രായേലിനെ സൈനികമായി പിന്തുണയ്ക്കുക ലക്ഷ്യമല്ലെന്നും സൈപ്രസ് നേതൃത്വം വിശദീകരിച്ചു. ചെങ്കടലിൽ ഒരു കപ്പൽ കൂടി ആക്രമണത്തെ തുടർന്ന് കടലിൽ മുങ്ങിയെന്ന് ഹൂതികൾ അറിയിച്ചു. ഒരാഴ്ചക്കിടെ 6 കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതായും ഹൂതികൾ അവകാശപ്പെട്ടു. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ഇന്ത്യയുടെ ദൗത്യത്തെ സഹായിക്കാൻ US ബഹിരാകാശ ഏജൻസി നാസ. ഇന്ത്യ-US സഹകരണത്തിന്റെ ഭാഗമായാണ് നടപടി. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ISRO യാത്രികനെ പരിശീലിപ്പിക്കാൻ ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതായി നാസ അഡ്മിനിസ്ട്രേറ്റർ ബിൽ നെൽസൺ പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ ഇന്ത്യ സന്ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ മാനവികതയുടെ പ്രയോജനത്തിനായി ക്രിട്ടിക്കൽ ആൻഡ് എമർജിംഗ് ടെക്നോളജിയിൽ US ഇന്ത്യ സംരംഭം നാസ തുടരുകയാണ്. ബഹിരാകാശ സഹകരണം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ISROയുടെ ബഹിരാകാശ യാത്രികനെ ബഹിരാകാശ നിലയത്തിൽ എത്തിക്കാനുള്ള സംയുക്ത ശ്രമമാണിത്. ഇത്തരം ശ്രമങ്ങൾ ഭാവിയിലെ ബഹിരാകാശ യാത്രയെ ശക്തിപ്പെടുത്തുകയും ഭൂമിയിലെ ജീവിതം മെച്ചപ്പെടുത്തുകയും ചെയ്യുമെന്ന് ബിൽ നെൽസൺ എക്സിൽ കുറിച്ചു. നാസ ജോൺസൺ സ്പേസ് സെന്ററിലാണ് ISRO യാത്രികർക്ക് വിപുലമായി പരിശീലനം നൽകുക. ബഹിരാകാശ യാത്രികർക്ക് നൂതന പരിശീലനം ആരംഭിക്കുന്നതിനെപ്പറ്റി ഇന്ത്യയുടെയും US-ന്റെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളായ അജിത് ഡോവലും ജേക്ക് സള്ളിവനും തമ്മിൽ ചർച്ച നടത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് നാസയുടെ ഭാഗത്തുനിന്ന് പരാമർശമുണ്ടായത്. കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിനും പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിനുമായി അത്യാധുനിക ഉപഗ്രഹമായ നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ വിക്ഷേപിക്കാനും നടപടിയായി. ഓരോ 12 ദിവസത്തിലും 2 തവണ ഭൂമിയുടെ ഉപരിതല മാപ്പ് പകർത്തുന്ന ഉപഗ്രഹമാണ് തയ്യാറാക്കുന്നത്. സ്പോർട്സ് 2020 ലോകകപ്പ് വിശേഷങ്ങളിലേക്ക്. ലോകകപ്പിലെ സൂപ്പർ 8 പോരാട്ടത്തിൽ അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യ വിജയ തുടക്കമിട്ടപ്പോൾ നിർണായകമായത് സൂര്യകുമാർ യാദവിന്റെ ഇന്നിംഗ്സ് ആയിരുന്നു. 3-ാം ഓവറിൽ രോഹിത്തും പവർ പ്ലേക്ക് തൊട്ടു പിന്നാലെ 7-ാം ഓവറിൽ ഋഷഭ് പന്തും മടങ്ങിയതിനു പിന്നാലെയാണ് സൂര്യകുമാർ ക്രീസിലെത്തിയത്. സൂര്യ ക്രീസിലെത്തിയതിന് പിന്നാലെ വിരാട് കോഹ്ലി കൂടി പുറത്തായതോടെ 9-ാം ഓവറിൽ 63-ന് 3 എന്ന നിലയിൽ ഇന്ത്യ പതറി. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് സമാപിച്ചിരിക്കുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ഓൺലൈൻ സന്ദർശിക്കുക. നന്ദി.